പിന്നെ ഞമ്മക്ക് നിന്ന് സാഗുനരീൻ്റെ ഒരു പായസം ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം വെച്ച് അതിലേക്ക് നോക്കി സാഗുനരി ഒന്ന് പൊതിർത്തി വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അതിലേക്ക് വാരിട്ടു. എന്നിട്ട് നല്ല തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സ്പീഡ് ആദ്യം കൂട്ടിയാൽ എന്താ പറഞ്ഞാൽ വേഗം അടിക്ക് കുടിക്കും സാധനം, പെട്ടെന്ന് അടി കുടിക്കും സാധനം. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ ഇതാക്കാൻ നിന്ന് സെറ്റാക്കി ചൂടാക്കി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം വെന്തോളും. വെന്ത് നല്ല കൊഴുപ്പാകുമ്പോൾ എന്താക്കുക, നമുക്കിനി പാൽപ്പൊടി, നമ്മൾ പാലല്ല ഉപയോഗിക്കുന്നത്, പാൽപ്പൊടിയാണ്, ഹോട്ടലിലായതുകൊണ്ട് പാൽപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിന് പാൽപ്പൊടി ഇടുന്നുണ്ട്. കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയില്ല, 60-70 ആക്കുള്ള പായസമാണ്. അപ്പോൾ ഇതുപോലെ ഒരു 3 കോരി പിന്നെ പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, ആവശ്യത്തിന് മധുരം വേണം, അത്യാവശ്യം മധുരം വേണം. മംഗലാരം ടീംസിനാണ് പിന്നെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മധുരപ്രിയന്മാരാണ്. അപ്പോൾ ഉച്ചക്ക് കൊടുത്ത പായസം മതിയായില്ല, ഇപ്പോൾ രാത്രിയും അവർക്ക് ഫുഡിന് പിന്നെ പായസം വേണമെന്ന് പ്ലേ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഏലക്കായ് പൊടിച്ചത്, ഒരു ടേസ്റ്റ് വേണ്ടേ, അതിന് ടേസ്റ്റ് ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ ഏലക്കായ ഇട്ടാൽ. അല്ലെങ്കിൽ ഇതാക്കി മറ്റേതാക്കി സാധനം വെന്തതിലേക്ക് ചൊരിഞ്ഞു എടുക്കുക. ഇത് നല്ലോണം ഇളക്കിയിട്ട് സെറ്റാക്കണം. പാൽപ്പൊടി നല്ല വെള്ളം ചൂടാകുമ്പോഴത്തേന് പിന്നെ കട്ട ഫുള്ള് സെറ്റായിക്കോളും. ഫസ്റ്റ് ഒരു കട്ട പോലെ ഉണ്ടാവും, പിന്നെ അത് ഓട്ടോമാറ്റിക് അങ്ങനെ അലിഞ്ഞങ്ങ് പോകും. അങ്ങനെ നല്ല ഇളക്കി യോജിപ്പിച്ച്. ഇപ്പുറത്തെ ചെമ്പിൽ സാമ്പാറൊക്കെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അത് ഇളക്കി സെറ്റാക്കി ഏകദേശം പായസം വെന്ത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മുന്തിരിയും പിന്നെ ഉള്ളിയും നെയ്യിൽ പൊരിക്കലാണ്. നമ്മൾ നെയ്യിൽ തന്നെ ആദ്യം തന്നെ ബിരിയാണിക്കൊക്കെ ഉള്ളി ഇങ്ങനെ കുറച്ച് പൊരിച്ച് വെക്കുന്നുണ്ട്. അത് തന്നെ കുറച്ച് കോരിയും ഇട്ട് കൊടുക്കും, സെപ്പറേറ്റ് പൊരിക്കാൻ നിൽക്കലൊന്നുമില്ല. അതതിലേക്ക് പൊരിച്ച് ഇട്ട് സെറ്റാക്കി ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഞാൻ നെയ്യ് ഒഴിക്കുന്നത് കാണിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എന്താക്കാം, എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ പായസം. ഞാൻ പിന്നെ മധുരം കുടിക്കാറില്ല, ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമേ ഗ്ലാസ്സിലാക്കിയെന്നുള്ളൂ. ഓക്കെ, ബൈ.